എല്ലാവർക്കും സ്വാഗതം. മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി ചാപ്റ്റർ നമ്പർ 3 അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡിസൈനിങ് ഓഫ് എ മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ തുടർച്ചയാണ് നാം ചർച്ച ചെയ്യുന്നത്. There are some principles of designing of the Montessori classroom. ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുന്നതിന് ചില പൊതു തത്വങ്ങളുണ്ട്. നേരത്തെ നാം ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ച സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ആ ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനമായും ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം, പ്രിൻസിപ്പിൾ ഫ്രീഡമാണ്. ഫ്രീഡം. ദ ചിൽഡ്രൻ മസ്റ്റ് ബി ഫ്രീ ടു എക്സ്പ്ലോർ ആൻഡ് ഫോളോ ദെയർ ഓൺ നാച്ചുറൽ ഇമ്പൾസസ്. ആ കുട്ടിക്ക് വളരെ ഫ്രീ ആയി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അവരുടെ നാച്ചുറലായ ഇമ്പൾസുകൾ അത് ഫോളോ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടായിരിക്കണം ഒരു മോണ്ടിസോറി ക്ലാസ് റൂം നാം ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് ദസ് ഡെവലപ്പിംഗ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻക്രീസിങ് ദെയർ നോളജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് ദം. അങ്ങനെ അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും അവർക്കതിലൂടെ സാധിക്കും. അപ്പോൾ തീർച്ചയായും ദ ചൈൽഡ് മസ്റ്റ് എക്സ്പീരിയൻസ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ആ കുട്ടിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ചലിക്കാനും, ഫ്രീഡം ഓഫ് എക്സ്പ്ലോറേഷൻ, സ്വന്തമായി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും, ഫ്രീഡം ടു ഇൻ്ററാക്ട് സോഷ്യലി, സമൂഹത്തോട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇൻ്ററാക്ട് ചെയ്യാനും, ആൻഡ് ഫ്രീഡം ഫ്രം ഇൻ്റർഫറൻസ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ ഇൻ്റർഫറൻസിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനും ഒക്കെ ഇത് കാരണമാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഫ്രീഡം എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തത്വം നാം അവിടെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കുട്ടിക്ക് ഫ്രീ ആയി കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും ഇൻ്റർഫിയർ ചെയ്യാനും ഒക്കെ എല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ലഭിക്കുന്നുണ്ട്. ദിസ് ഫ്രീഡം അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എ ഗ്രേറ്റർ ഫ്രീഡം, ഫ്രീഡം ഓഫ് ചോയ്സ്. ഈ ഒരു ഫ്രീഡം ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത ഒരു മാർഗത്തിലേക്ക് പോവുകയാണ്, ഫ്രീഡം ഓഫ് ചോയ്സ്, അഥവാ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡമായിട്ടത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ടത് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ടാക്കുന്ന സമയത്ത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഒരു സ്ട്രക്ചറും ഒരു ഓർഡറും രണ്ട് പ്രിൻസിപ്പിൾ കൃത്യമായും ഫോളോ ചെയ്യേണ്ടതുണ്ട്. വൈൽ സ്ട്രക്ചർ ആൻഡ് ഓർഡർ സീം കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ടു ദ എഫോഴ്സ് മെൻഷൻ ഫ്രീഡം, നത്തിങ് കുഡ് ബി ഫർദർ ഫ്രം ദ ട്രൂത്ത്. ശരിക്കും യഥാർത്ഥത്തിൽ നേരത്തെ കൊടുത്ത ആ ഒരു ഫ്രീഡത്തിൽ നിന്നും ഒന്നും വ്യത്യാസമില്ല. ഫ്രീഡം പൂർണ്ണമായും കൊടുക്കുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ആക്യുറേറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓർഡർ അവിടെ ഉണ്ടാവുകയാണ്. ബൈ യൂസിങ് ദ മോണ്ടിസോറി ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ആസ് എ മൈക്രോകോസം ഓഫ് ദ യൂണിവേഴ്സ്, ദ ചൈൽഡ് ബിഗിൻസ് ടു ഇൻറ്റേർണലൈസ് ദ ഓർഡർ സറൗണ്ടിങ് ഹിം. ഓട്ടോമാറ്റിക്കലി കുട്ടി ഒരു ക്രമം പഠിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതാണ്, എടുത്ത സാധനം, ഒരു മെറ്റീരിയലിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ കുട്ടി തന്നെ എടുത്ത സ്ഥലത്തേക്ക് അത് തിരിച്ചു കൊണ്ടുവെക്കുന്നു. അപ്പോൾ കുട്ടിക്ക് അത് തിരിച്ചു കൊണ്ടുവെക്കാൻ തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ക്ലാസ് റൂമിൽ വെക്കേണ്ടത്. ആ രീതിയിലുള്ള ഷെൽഫുകളും ആ രീതിയിലുള്ള റാക്കുകളുമാണ് നാം അവിടെ എന്ത് ചെയ്യേണ്ടത്, സംവിധാനിക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് തന്നെ കൃത്യസമയത്ത് അത് കൊണ്ടുവരാനും അത് കൃത്യസമയത്ത് അവിടെ എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡർ, ഒരു ക്രമം, ഒരു ചിട്ട കുട്ടി പഠിക്കുന്ന രീതിയിലേക്ക് വേണം ആ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യാൻ വേണ്ടി. മറ്റൊരു കാര്യം, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ബ്യൂട്ടി. വളരെ മനോഹരമായ രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്.
അതായത് ആ ക്ലാസ് റൂം കണ്ടാൽ തന്നെ കുട്ടിക്ക് ആകർഷണീയമായ രീതിയിൽ അവിടെ വർക്ക് ചെയ്യാനും അവിടെ തങ്ങാനും ഒക്കെ താല്പര്യം വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അത് ഇനി നമ്മുടെ സ്കൂളൊരു പഴയ ഒരു സ്കൂളാവട്ടെ, പഴയ ബിൽഡിംഗ് ആവട്ടെ, പഴയ വീടാവട്ടെ, അതല്ലെങ്കിൽ ഒരു മാളാവട്ടെ, എന്തോ ആവട്ടെ, പക്ഷേ ആ ഉള്ള സ്ഥലങ്ങളെ അതിമനോഹരമായി, വളരെ മനോഹരമായി, ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ നമുക്ക് ഒന്ന് സംവിധാനിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി വർക്ക് ചെയ്യാനും വരാനുമുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അൺക്ലട്ടേർഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ദ എൻവയോൺമെൻറ്റ് ഷുഡ് റിഫ്ലക്റ്റ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. അതാണ് നമുക്ക് ഒരു ഓർഡറൊന്നും ഇല്ലാതെ നല്ല കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണ് അവിടുത്തെ എല്ലാ ഒരു സംവിധാനങ്ങളുമെങ്കിൽ, വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടാത്ത രീതിയിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ വല്ലാത്ത ഒരു സമാധാനവും ഒരു ശാന്തിയും ഉണ്ടാകുമെന്നാണ്. ദ എൻവയോൺമെൻറ്റ് ഷുഡ് ഇൻവൈറ്റ് ദ ലേണർ ടു കം ഇൻ ആൻഡ് വർക്ക്. ഓട്ടോമാറ്റിക്കലി അത് കാണുമ്പോൾ തന്നെ ആരും വന്ന് പറയേണ്ട ഒരവസ്ഥ വരൂല. കുട്ടി വരൂ, ഇവിടെ ഇരുന്ന് ഇത് ചെയ്യൂ, ഈ മെറ്റീരിയൽ ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം അത് കാണുമ്പോൾ തന്നെ കുട്ടി ഓട്ടോമാറ്റിക്കലി പോയി ഇരുന്ന് ഒരു മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരു ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടി എന്ന ഒരു പ്രിൻസിപ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് നേച്ചർ ആൻഡ് റിയാലിറ്റി. നമുക്ക് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു വരുന്ന കാര്യമാണ്, ഒരിക്കലും ഒരു കുട്ടിയെ ഒരു മോണ്ടിസോറി അറ്റ്മോസ്ഫിയറിൽ വളരെയധികം നേച്ചറുമായി ഇൻ്റർഫിയർ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് കുട്ടി പല കാര്യങ്ങളും പഠിക്കുന്നത്. ഷീ ബിലീവ്ഡ് ദാറ്റ് വി ഷുഡ് യൂസ് നേച്ചർ ടു ഇൻസ്പയർ ചിൽഡ്രൻ. മോണ്ടിസോറി പറയുന്നത് നേച്ചറുമായിട്ട് ഇണക്കി വളർത്തണം കുട്ടിയെ എന്നാണ്. ഷീ കണ്ടിന്യൂലി സജസ്റ്റഡ് ദാറ്റ് മോണ്ടിസോറി ടീച്ചേഴ്സ് ടേക്ക് ദ ചിൽഡ്രൻ ഔട്ട് ഇൻ ടു നേച്ചർ. പ്രകൃതിയിലേക്ക് കൊണ്ടുപോവുക, ലോങ് വാക്ക് സംഘടിപ്പിക്കുക, അങ്ങനെ നാച്ചുറലായിട്ടുള്ള മെറ്റീരിയലുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. റിയൽ വുഡ്, റീഡ്സ്, ബാംബു, മെറ്റൽ, കോട്ടൺ ആൻഡ് ഗ്രാസ് ആർ പ്രിഫേർഡ് ടു സിന്തറ്റിക്സ് ഓർ പ്ലാസ്റ്റിക്സ് അല്ലേ. അതാണ് അവിടെ കുട്ടികൾക്ക് ആവശ്യമായ റിയൽ വുഡ്, അതേപോലെ ബാംബു ട്രീ, അതിൻ്റെ ഇലകളോ അതിൻ്റെ മരക്കഷ്ണങ്ങളോ, മെറ്റലായിട്ടുള്ള കോട്ടനായിട്ടുള്ള എല്ലാം തന്നെ ഇത്തരം സംവിധാനങ്ങൾ തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയെ പഠിക്കാനും പഠിപ്പിക്കാനും അറിയാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. നമുക്ക് ഒരു കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യാൻ ഫ്രീഡം കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഫ്രീഡം കൊടുക്കുമ്പോൾ children learn to encourage and develop a sense of compassion and empathy for others. ആ സമയത്ത് ഒരു കമ്പാഷനും ഒരു എമ്പതി ഉണ്ടാവും അല്ലെ. എമ്പതി എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ എല്ലാവരും കേട്ട് കാണില്ലേ. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ തന്മയീ ഭാവം, വേറൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ്, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. കുട്ടിക്ക് എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴുമാണ് എമ്പതി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരോടും ഇടപെടാനും ഒരു സോഷ്യൽ ആനിമലായിട്ട് ജീവിക്കാനുമുള്ള അവസരം അത് മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. ആസ് ചിൽഡ്രൻ ഡെവലപ്പ് ദേ ബിക്കം മോർ സോഷ്യലി അവെയർ. കുട്ടി വളരുന്നതോടെ ആ സോഷ്യലി അവെയറായിട്ട് ഒരാളായിട്ട് കുട്ടി മാറാൻ ശ്രമിക്കണം. ദിസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ത്രൂ ഔട്ട് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഈസ് എൻകറേജ്ഡ് വിത്ത് ദ നേച്ചർ ഓഫ് മൾട്ടി ഏജ് ക്ലാസ് റൂം സെറ്റിങ്സ്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കാനും കൂടി നമ്മുടെ ക്ലാസ് റൂം സെറ്റിങ്സ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ്. ഇഫ് ദ അബോവ് ആസ്പെക്ട്സ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ദ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് വിൽ നോട്ട് റീച്ച് ഇറ്റ്സ് പർപ്പസ്. പിന്നെ ബുദ്ധിപരമായ ഒരു എൻവയോൺമെൻറ്റ്, നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ബ്യൂട്ടിയും സോഷ്യൽ എൻവയോൺമെൻറ്റും അതുപോലെ ഫ്രീഡം ടു ചോയ്സും, ഇതെല്ലാം നമ്മൾ നൽകിയില്ല എങ്കിൽ നമുക്ക് പൂർണ്ണമായും ഒരു ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദ പർപ്പസ് ഓഫ് ദ മോണ്ടിസോറി എൻവയോൺമെൻറ്റ് ഈസ് ടു ഡെവലപ്പ് ദ ഹോൾ പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ
ആകെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വം രൂപീകരിക്കുക എന്നുള്ളതാണ് ഒരു മോണ്ടിസോറി എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് മിയർലി ഹിസ് ഇൻ്റലക്റ്റ്, വെറും ബുദ്ധി മാത്രമല്ല. ചില ആളുകൾ നമുക്കൊക്കെ കാണാം, നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കാം, A+ ഉണ്ട്, നല്ല മാർക്കുണ്ട്, പക്ഷേ ഇൻ്റലക്ച്വൽ പൂർണ്ണമായും അവനിക്ക് ആ മാർക്ക് മാത്രമേ ഉള്ളൂ, അവിടെ ലൈഫ് സ്കില്ലുകളോ കാര്യങ്ങളോ ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. ബൈ ഗൈഡിങ് ദ ചൈൽഡ് ത്രൂ ദ 5 ഏരിയാസ് ഓഫ് ദ മോണ്ടിസോറി കരിക്കുലം, നമ്മുടെ മോണ്ടിസോറി കരിക്കുലം 5 പ്രധാനപ്പെട്ട ഏരിയകളാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, കൾച്ചറൽ സബ്ജക്റ്റ്, ഇതെല്ലാം പഠിക്കലോടുകൂടി ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് പൂർണ്ണമാവുകയാണ്. കുട്ടി അതോടുകൂടി ബുദ്ധിപരമായ വിദ്യാഭ്യാസം നേടുന്നു, അതോടൊപ്പം തന്നെ ലൈഫ് സ്കിൽ, ജീവിത നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം നേടുന്നു. അപ്പോഴാണ് ശരിക്കും ഈ ഒരു ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് എന്താവുന്നത്, പൂർണ്ണമാവുന്നത്. സാധാരണ ട്രഡീഷണൽ സ്കൂളുകളിലൊക്കെ ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷന് വേണ്ടി ധാരാളം സമയം ചെലവഴിക്കുന്നു, ഒരുപാട് പണം ചെലവഴിക്കുന്നു, ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. പക്ഷേ അത് ഇൻ്റലക്ച്വലിൽ മാത്രം, A+ൽ മാത്രം, ഡിസ്റ്റിങ്ഷനിൽ മാത്രം, റാങ്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഇനി മെയിൻറ്റെയിനിങ് ഓഫ് ദ ഡിസൈൻഡ് മോണ്ടിസോറി ക്ലാസ് റൂം. ഇനി ക്ലാസ് റൂം നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മളെ ക്ലാസ് റൂം മെയിൻറ്റെയിനിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് കാം വെൽ ഓർഡേർഡ് എൻവയോൺമെൻറ്റ് ആസ് എ ലോട്ട് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ആക്ടിവിറ്റി. ക്ലാസ് റൂമൊക്കെ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശാന്തമായ, നല്ല ഓർഡേർഡായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം. അത് മാത്രമല്ല ഒരുപാട് മൂവ്മെൻറ്റുകളും ആക്ടിവിറ്റികളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ ദിസ് ഫോസ്റ്റേഴ്സ് ഓർഡർ ഇൻ ദ ചിൽഡ്രൻ. ഇങ്ങനെ ഒരു നല്ല ഒരു ഓർഡർലി അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓർഡറും ആരുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്, കുട്ടിയുടെ ജീവിതത്തിലേക്കും ക്രമം എടുത്ത സ്ഥലത്ത് വെക്കണമെന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ദ ചൈൽഡ്സ് റെസ്പോൺസിബിലിറ്റി ടു പുട്ട് ഐറ്റംസ് ബാക്ക് ഇൻ ദ റൈറ്റ് പ്ലേസ്. കുട്ടിയാണ് എടുത്ത സാധനം അവിടെ കൊണ്ടുപോയി വെക്കേണ്ടത്, അതാരും ചെയ്യരുത്. യുവർ ജോബ് ഈസ് ഓൾസോ സം ടൈംസ് ടു ജെന്റ്ലി റിമൈൻഡ് ദം ടു പുട്ട് ദെയർ വർക്ക് അവേ. അവരെ ഓർമ്മിപ്പിക്കാം, മക്കളെ അവിടെ തന്നെ കൊണ്ടുവെക്കൂ, പ്ലീസ് പുട്ട് ബാക്ക് യുവർ മെറ്റീരിയൽ ഓൺ ദ റൈറ്റ് പ്ലേസ്, പ്ലീസ് അവിടെ കൊണ്ടുവെക്കൂ എന്ന് നമുക്ക് പറയാം. ദ മോസ്റ്റ് പവർഫുൾ മോഡൽ ഈസ് യു. നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്, ടീച്ചറാണ് അത് എടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നത്, തിരിച്ചു കൊണ്ടുവെക്കുന്നത്. അത് കാണുമ്പോൾ കുട്ടി അതുപോലെ അനുകരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ ദ ചൈൽഡ്സ് ആൻഡ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദ ക്ലാസ് റൂം ടൈഡി ബൈ റിമൈൻഡിങ് ചിൽഡ്രൻ gently to push in their chairs if they forget, and don't forget to always push in yours. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് റൂം നീറ്റായിട്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ചെയറുകളൊക്കെ എടുത്ത അതേപോലെ തന്നെ അതേ പൊസിഷനിൽ തന്നെ തിരിച്ചു വെക്കുക, അതേപോലെ തന്നെ അത് നമ്മൾ വെക്കുക. ഇനി കുട്ടികൾ മറന്നുപോയാൽ അവരെ നമ്മൾ അതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഇനി മോണ്ടിസോറി ഗ്രൗണ്ട് റൂൾസ് ഫോർ ചിൽഡ്രൻ. ഇനി ഒരുപാട് ഗ്രൗണ്ട് റൂൾസ് നമുക്ക് കുട്ടികൾക്ക് മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട ചില റൂളുകളുണ്ട്. അത് നമുക്കൊന്ന് കൃത്യമായി ഒന്ന് പഠിക്കാം.